ന്യായവിധി വെളിപ്പെടുന്നത് വരെ അവന് അവസരമുണ്ട്. ന്യായവിധി വെളിപ്പെട്ട നാൾ മുതൽ ഇനി ഒരിക്കലും അവൻ അവിടെ എത്താൻ പറ്റത്തില്ലെന്ന് അവന് നന്നായി അറിയാം. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ന്യായവിസ്താര സഭയുടെ മുമ്പാകെ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, നീതിയുടെ സിംഹാസനത്തിൽ ഇരുന്ന് ഞാൻ ന്യായം വിധിക്കുന്നത് വരെ സമയമുണ്ട്. ന്യായവിധി വന്നാലോ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം വേർപിരിക്കും. ന്യായവിധി പുറപ്പെട്ടതിനു ശേഷം കരുണ പുറപ്പെടില്ല. കരുണയുടെ സമയം ഇതത്രേ. ആമേൻ, ആമേൻ. അതുകൊണ്ട് അനുതപിപ്പാനും മാനസാന്തരപ്പെടുവാനും നാം ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ ദൈവസന്നിധിയിൽ നാം നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഏത് കാര്യത്തിന്റെ മേലാണ് എനിക്ക് ദൈവവചനം അനുസരിക്കാൻ പറ്റാത്തത്? ഏത് കാര്യത്തിലാണ് ഞാൻ തളർന്നു പോകുന്നത്? ദൈവമേ, നിന്റെ നാമം എൻ്റെ കൂടെ ഇരുന്നിട്ടും, നിന്റെ നാമം എന്നെ രക്ഷിച്ചിട്ടും വിടുവിച്ചിട്ടും എൻ്റെ മേൽ ഇങ്ങനെയൊക്കെ വെളിപ്പെടേണ്ട കാര്യമെന്ന് നമ്മൾ ചെറുതെന്ന് കരുതി തള്ളിവെക്കുന്ന പലതിനും നമ്മളെ അപകടപ്പെടുത്താൻ പറ്റും.